നമുക്കുള്ളത് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ചെയിന് നോക്കാൻ പോണം. അപ്പോ ഇത് കണ്ടിട്ട് പേടിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു 19 സ്കീമിൽ അത് ചോദിച്ചിരുന്നു. ഇപ്പൊ ഈ നമ്മുടെ സ്കീമിൽ ലാറ്റിസ് എന്നുള്ള ഒരു വേർഡ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ എന്താ അവർ ഉദ്ദേശിച്ചേക്കണെന്ന് പിടികിട്ടിയിട്ടില്ല. കാരണം ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഉണ്ടോ, അതുപോലെ ചെയിൻ ഉണ്ടോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളെന്തായാലും റിസ്ക് ഒന്നും എടുക്കണില്ല, ഇത് നോക്കി പോവാ. ഇപ്പൊ ഇവിടെ പറയണത് ഇന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്റെയും ബിന്റെയും ലോവർ ബൗണ്ട് എന്ന് പറയണതും എന്റെയും സിന്റെയും ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അതേപോലെ തന്നെ എന്റെയും ബിന്റെ അപ്പർ ബൗണ്ട് എന്റെയും സിന്റെയും അപ്പർ ബൗണ്ട് സെയിം ആണ്. ബി ഈക്വൽ ടു സി എന്ന് കിട്ടും. ഞാൻ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് എന്ന് പറയുന്നുള്ളൂ കേട്ടോ. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്നാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പറയാൻ കുറച്ച് ഇതാണല്ലോ, അതുകൊണ്ട് എളുപ്പത്തിൽ പറഞ്ഞതാണ്. ബി ഈക്വൽ ടു സി എന്ന് പറയണം. അപ്പൊ നമുക്ക് ഇത് എന്താണ് സെറ്റിലാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്തേക്കണത്, അബ്സോർപ്ഷൻ ലോയൊക്കെ കണ്ടിട്ടുള്ളത്. അവിടെ നമ്മൾ എന്താ കണ്ടേക്കണത്, ബി ആൻഡ് എ യൂണിയൻ എന്താ പറയാ, ബി ആൻഡ് എ യൂണിയൻ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, അതായത് എ യൂണിയൻ ബിന്റെ ഒരു സബ്സെറ്റ് ആണ് ബി, അത് വെച്ച് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ആ വരാം. അതേപോലെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ബിന്റെ ഇതിന് നമ്മൾ എന്താ പറയാ, ഇതിനെ നമ്മൾ മീറ്റ് എന്നും മറ്റേന് ജോയിൻ എന്നാണ് പറയാ. ആക്ച്വലി ഇത് മീൻ ചെയ്യുന്നത് എന്താണ്, ഇത് അപ്പർ ബൗണ്ട് എന്നും അതായത് ഗ്രേറ്റസ്റ്റ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നും ഇതെന്താണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ബി എന്താണ് ബി മീറ്റ് എ ജോയിൻ ബി എന്ന് എഴുതി ഫസ്റ്റ്. അപ്പൊ ഇത് നമ്മൾ ഈ സ്റ്റെപ്പ് ഓർത്ത് തന്നെ വെക്കണം. ഇവിടേക്ക് എന്ത് കയറി വന്നു, എനെയും ബിനെയും കൊണ്ടുവന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതുന്നു, എ ഓർ സി എന്ന് എഴുതുന്നു. അതായത് എ ജോയിൻ സി എന്ന് എഴുതി. അതായത് നമുക്ക് തന്നിട്ടുണ്ട് എന്താ എന്റെയും ബിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതും എന്റെയും സിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ഇത് നമുക്ക് ഓർമ്മ വരും, കാരണം ഇവിടെ ഇപ്പോ ബിയും എയും ബിയും മാത്രമല്ലല്ലോ, നമുക്ക് എ ബി സിനെ എടുത്ത് കൊണ്ടുവരണ്ടേ. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അതാ സ്റ്റെപ്പ് നമുക്ക് ഓർമ്മ വരും. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മള് ബിന്റെയും എന്റെയും അപ്പർ ബൗണ്ട് എന്ന് അറിയണ പകരം എന്ത് ചെയ്തു, എന്റെയും ബിന്റെയും ലോവർ ബൗണ്ടിന് ഇക്വലന്റ് ആണ് എന്റെയും സിന്റെയും. അപ്പൊ രണ്ടില് സി വന്നൂലോ, വന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു, സിനെ സ്റ്റാർട്ട് ചെയ്യണ രീതിയിൽ എഴുതി. അപ്പൊ അതിന്റെ ലോ കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പൊ സി മീറ്റ് എ ജോയിൻ സി മീറ്റ് ബി എന്ന് എഴുതി. ഇത് ബി എന്നാണ് വരിക. ഞാൻ നോട്ടിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് പണ്ടത്തെ നോട്ട് ആയതുകൊണ്ടാണ്, പണ്ടത്തെ മീൻസ് അപ്ഡേറ്റ് ചെയ്യണ നോട്ടിനേക്കാളും മുന്നുള്ളതായതുകൊണ്ടാണ് അവിടെ ഇത് കണ്ടത്. ഞാൻ എന്ത് ചെയ്തു, രണ്ടും സിയിൽ സ്റ്റാർട്ട് ചെയ്യണ രീതിയിൽ എഴുതി. അപ്പൊ നമ്മൾ ഇതില് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കൊടുക്കുമ്പോ എന്ത് വരും, സി മീറ്റ് എ ജോയിൻ ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് വരും, എന്റെയും ബിന്റെയും അപ്പർ ബൗണ്ട്, എന്റെയും ബിന്റെ അപ്പർ ബൗണ്ടിന്റെ ഇക്വലന്റ് ആണ് എന്റെയും സിന്റെയും അപ്പർ ബൗണ്ട്. ഇതെന്താണ്, ഇത് നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ എവിടുന്ന് പറഞ്ഞതാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് പറഞ്ഞതാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി തന്നെയാണ് കിട്ടുക. അതെന്ത് ലോ ആണ്, അബ്സോർപ്ഷൻ ലോ. നമ്മൾ ഇന്റർസെക്ഷന്റെ കേസിൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് സി തന്നെ കിട്ടും. നമുക്ക് എവിടെ സ്റ്റക്ക് ആവണോ അവിടെ എല്ലാം ഈ ഒരു എന്താണ് നേരെ സെറ്റിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഓർത്തിരിക്കണം, ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ നമ്മൾ ആലോചിക്കണം, ഇതിലിപ്പോ ബിയും എയും മാത്രമേ ഉള്ളൂ, അതിന്റെ ഉള്ളിൽ സി കൊണ്ടുവരണം. അപ്പൊ എന്റെയും ബിന്റെയും അപ്പർ ബൗണ്ടിന് ഈക്വൽ ആണ് എയും സിയും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തോളൂ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുക. രണ്ടിലും എന്താണ് രണ്ടിലും സി വരാൻ വേണ്ടിയിട്ട് ഞാൻ ബി ആൻഡ് എയിൽ എന്ത് കൊണ്ടുവന്നു, എന്റെയും ബിന്റെയും ലോവർ ബൗണ്ട് പറയണതും എന്റെയും സിന്റെയും ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ രണ്ടിലും സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ സി വന്നാലാണ് വല്ലതും പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഉള്ളിൽ സി വരണമെങ്കിൽ എന്റെയും ബിന്റെ അപ്പർ ബൗണ്ടിന് ഈക്വൽ ആണ് എന്റെയും സിന്റെ അപ്പർ ബൗണ്ട്. അപ്പൊ അത് 2 വട്ടം 3 വട്ടം ഒക്കെ എഴുതി കഴിഞ്ഞത് കിട്ടി. പിന്നെ ഇങ്ങനത്തെ വേറൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു സംഭവം കൂടി നമ്മൾ നോക്കുക. നമുക്ക് എന്താ ചോദിക്കാന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ.
ഇനി അടുത്തത് ചെയിൻ ആണ്. ചെയിൻ എ ലാറ്റീസ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് എ ചെയിൻ ഫോർ എ ബി സി. എന്താ പറയേണ്ടത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഒരു ടൈപ്പിലുള്ള സംഭവത്തിനെയാണ് നമ്മൾ ചെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പവർ സെറ്റിലല്ല, സാധാരണ സെറ്റ് പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സംഭവത്തിലൊക്കെ എന്ത് കണ്ടിട്ടുണ്ട്? ഇത് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ചെയിൻ ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ രണ്ട് കേസസ് ആയിട്ടാണ് ചെയ്യുന്നത്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, അതേപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പൊ നമ്മൾക്ക് ഇതില് പ്രൂവ് ചെയ്യണ സമയത്ത് നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ടല്ലോ. അതില് കേസ് 1ഉം കേസ് 2 ഉണ്ട് ഒരു വശത്ത്. വേറെ നമുക്ക് പറയാനുള്ളത് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി എന്നുള്ള കാര്യം. മറ്റേതുള്ളത് എ പ്ലസ് ബി ഡോട്ട് സി എന്നുള്ളത് എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് സി എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് പ്ലസും ഡോട്ടൊക്കെ ഇവിടെ എന്താന്ന് മനസ്സിലായി? നമ്മളിങ്ങനെ പ്ലസും ഡോട്ടിലും ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു നൊട്ടേഷൻ വെച്ചിട്ട് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു നൊട്ടേഷൻ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ ഓർ ബി എന്താ പറയാ, എ ജോയിൻ ബി മീറ്റ് സി, അതായത് ബിന്റെയും സിന്റെയും ലോവർ ബൗണ്ട് നോക്കി. ബിന്റെയും സിന്റെയും ഇപ്പൊ ആദ്യത്തെ കേസിലാണെങ്കിൽ എന്താണ്? എ ചെറുത്, ബി അതിനേക്കാളും വലുത്, സി അതിനേക്കാളും വലുത്. രണ്ടാമത്തെ കേസിൽ എന്താണ്? സി ചെറുത്, ബി അതിനേക്കാളും വലുത്, എ അതിനേക്കാളും വലുത്. അതാണ് കേസ് 2 ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്, അടുത്ത ഭാഗത്ത് ഇങ്ങനെയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എ ബിന്റെയും സിന്റെയും ലോവർ ബൗണ്ട് എന്താണ് വരണത്? അത് ബി തന്നെയാണ്. എന്റെയും ബിന്റെയും അപ്പർ ബൗണ്ട് എന്താ വരണത്? ബി ആണ് വരണത്. അപ്പൊ നമുക്കത് കിട്ടി. ഇനി അടുത്ത കേസിൽ നമുക്ക് എന്ത് വന്നു? എ ഓർ ബി ആൻഡ് എ ഓർ സി. അപ്പോ ഇവിടെ എന്റെയും ബിന്റെ അപ്പർ ബൗണ്ട്, എന്റെയും ബിന്റെ അപ്പർ ബൗണ്ട് ബി, എന്റെയും സിന്റെ അപ്പർ ബൗണ്ട് നോക്ക്. എന്റെയും സിന്റെ അപ്പർ ബൗണ്ട് ഏതാ? സി. അപ്പൊ ബിന്റെ സിന്റെ ലോവർ ബൗണ്ട് ഏതാ? ബിന്റെ സിന്റെ ലോവർ ബൗണ്ട് ബി. രണ്ട് സെയിം അല്ല കിട്ടിയേ. അപ്പൊ അതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്തു. അത് മാത്രമാണ് നമുക്കുള്ളത്. ഇനി വേറെ ഒരെണ്ണം കൂടി ഇല്ലേ? എ ആൻഡ് ബി ഓർ സി ഈക്വൽ ടു എന്ത് വരണം? എ ഓർ ബി ഓർ എ ആൻഡ് ബി ഓർ എ ആൻഡ് സി എന്നുള്ള പോലെയുള്ളത് വരണം. നമുക്ക് നോക്കാം അത് വരുമോന്ന്. ആദ്യം ബിന്റെ സിന്റെ അപ്പർ ബൗണ്ട് നോക്കി. ബിന്റെ സിന്റെ അപ്പർ ബൗണ്ട് സി. അത് എന്റെയും സിന്റെയും ലോവർ ബൗണ്ട് നോക്കണം. എന്റെയും സിന്റെയും ലോവർ ബൗണ്ട് എ. അപ്പൊ അത് അവിടെ കിട്ടി. ഇനി അടുത്തത് എന്റെയും ബിന്റെയും ലോവർ ബൗണ്ട്, എന്റെയും ബിന്റെയും ലോവർ ബൗണ്ട് എ. അതേപോലെ തന്നെ എന്റെയും സിന്റെയും ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എ. അപ്പോ എന്റെയും അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എ. അപ്പൊ അതും അതായത് ഈ രണ്ട് സംഭവങ്ങളും ഈ ഒരു കേസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കേസ് 2 നമ്മൾ സി ലെസ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പൊ ഈ കേസില് നമ്മള് പ്രൂവ് ചെയ്യാനുള്ള ആൾക്കാരെ എടുത്ത് എഴുതി വെച്ചു. ബിന്റെയും സിന്റെയും ലോവർ ബൗണ്ട്. അപ്പൊ ഇതില് ബിയിലും സിന്റെയും ലോവർ ബൗണ്ട് ആരാണ്? സി ആണ് വരുന്നത്. അതുപോലെ എന്റെ സിന്റെ അപ്പർ ബൗണ്ട് ചെയ്യുമ്പോ എ ആ വന്നത്. അപ്പൊ നമുക്കൊരു സൈഡ് എ കിട്ടി. ഇനി എന്റെയും ബിന്റെ അപ്പർ ബൗണ്ട്, അപ്പൊ എന്റെയും ബിന്റെ അപ്പർ ബൗണ്ട് എ. അതേപോലെ എന്റെയും സിന്റെ അപ്പർ ബൗണ്ട്, എന്റെയും സിന്റെയും അപ്പർ ബൗണ്ട് എ. ഇനി ഇവരുടെ ലോവർ ബൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എ കിട്ടും. ഇനി ബിന്റെ സിന്റെ ലോവർ ബൗണ്ട്, ബിന്റെ സിന്റെ ലോവർ ബൗണ്ട് സി. അതുപോലെ എന്റെയും സിന്റെ അപ്പർ ബൗണ്ട് നോക്കുമ്പോ വീണ്ടും എ വന്നു. ഇനി ഇത് നമുക്ക് നോക്കാണ്ട്. എന്റെയും ബിന്റെ അപ്പർ ബൗണ്ട്, എന്റെയും ബിന്റെ അപ്പർ ബൗണ്ട് എ. അതേപോലെ എന്റെയും സിന്റെയും അപ്പർ ബൗണ്ട് ഏതാ? എ. പിന്നെ എന്റെയും ലോവർ ബൗണ്ട് കൊടുത്തന്നെ. അപ്പൊ ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് ഇതെന്തായി? ദ ചെയിൻ ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. ചെക്ക് whether following has a diagonal lattice or not. അല്ല, കാരണം ഇത് ക്ലോസ്ഡ് അല്ല. അപ്പൊ നമ്മൾ അതിനെ ഒരു 3 മാർക്കിനൊക്കെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ലാറ്റിസ് ആണെന്ന് നല്ല മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ബോർഡ്സ് വരയ്ക്കണം. ഓക്കെ.
ഇനി എന്താണ് ഇവിടെ 3 ഇങ്ങനെ വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2ന്റെയും 3ന്റെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണ്? അഡ്ജസ്റ്റ് ചെയ്യില്ല. ഇനി എഫിന്റെയും ജെന്റെയും അപ്പർ ബൗണ്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യില്ല. ഇതാണ് പെട്ടെന്നതിന് 3 മാർക്കിന് ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വരാം. എന്തെങ്കിലും വരച്ചിട്ടോ ഹസ ഡയഗ്രാം വരച്ചിട്ട് അതാ ലാറ്റിസ് ആണോ അല്ലേ എന്നുള്ള രീതിക്ക്. ഷോ ദാറ്റ് ലാറ്റിസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ്. നമുക്ക് നോക്കാലോ. എ ആൻഡ് ബി ഓർ സി എഴുതി. എ ആൻഡ് ബി ഓർ എ ആൻഡ് സി രണ്ടും സെയിം ആയിട്ട് കിട്ടണമല്ലോ. അപ്പൊ ഞാന് ഇവിടെ എന്റെയും ബി ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള ചെയ്തു. ബിന്റെ സിന്റെ അപ്പർ ബൗണ്ട് ഇത് ബി, ഇത് സി. ഇതിന്റെ അപ്പർ ബൗണ്ട് എന്താ? 1. എന്റെയും 1ന്റെയും ലോവർ ബൗണ്ട് എന്റെ ലോവർ ബൗണ്ട് എ. ഇത് കിട്ടിയല്ലോ. ഇനി എന്റെയും ബിന്റെയും ഇനി അടുത്ത ഭാഗം നോക്കണം. എന്റെയും ബിന്റെയും ലോവർ ബൗണ്ട് ബി. ഇതാ എന്റെയും ബിന്റെയും ലോവർ ബൗണ്ട് എന്ത് വന്നു? ബി വന്നു. അതുപോലെ എന്റെയും സിന്റെയും ലോവർ ബൗണ്ട് ലോവർ ബൗണ്ട് പോണത് 0യാ. ഇനി ലാസ്റ്റ് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ബിയും 0ന്റെയും അപ്പർ ബൗണ്ടിനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബി ആണ്. എ ഈക്വൽ ടു ബി അല്ല. സോ ഇതെന്തല്ല? ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് അല്ല. ഇനി ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ എന്നാണ് അടുത്ത ചോദ്യം. ഇത് അതന്നെയാണോ? ഇത് അല്ല, അടുത്ത ഫിഗർ ആണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ എഴുതി, കണ്ടീഷൻസ് എഴുതി. ഇനി ബിന്റെയും സിന്റെയും അപ്പർ ബൗണ്ട് ഡി ആണ്. എന്റെയും ഡിന്റെയും ലോവർ ബൗണ്ട് എ ആണ്. അപ്പൊ എ കിട്ടി. ഇനി എന്റെയും ബിന്റെയും ലോവർ ബൗണ്ട് ഇ ആണ്. ഇവിടെ എന്റെയും സിന്റെയും ലോവർ ബൗണ്ട് ഇ ആണ്. നമുക്ക് ഈ ഒരേ നമ്പർ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാല്ല, ഇ തന്നെ കിട്ടി. നമ്മുടെ മോഡൽ പേപ്പറിൽ ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടായിരുന്നു. ലെറ്റ് പി ഓഫ് എസ് ബി സെറ്റ് ഓഫ് സം സെറ്റ് ജോയിൻ ആൻഡ് മീറ്റ് ഓപ്പറേഷൻ ആർ ഡിഫൈൻഡ് ആസ് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ റെസ്പെക്റ്റീവ്ലി. നമുക്കറിയാം പവർ സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പർ ബൗണ്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ആരാണ്? എന്താണ് പറയണത്? യൂണിയനും ഇന്റർസെക്ഷൻ. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ യൂണിയനും ലോവർ ബൗണ്ട് പറഞ്ഞ ഇന്റർസെക്ഷൻ ആന്നൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് അതൊരു ലാറ്റിസ് ആണെന്നാ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏത് നമ്പേഴ്സ് എടുത്താലും എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയണതും എ യൂണിയൻ ബിയും എവിടെ ഉണ്ടാവും? പവർ സെറ്റ് ഓഫ് എസിൽ ഉണ്ടാവും. കാരണം പവർ സെറ്റ് ഓഫ് എസിൽ എല്ലാ സബ്സെറ്റുകളും കയറി വരുന്നുണ്ട്. അതുകൊണ്ട് അത് ലാറ്റിസ് ആയിരിക്കും എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പൊ മൊഡ്യൂൾ 1